സർവകലാശാലകളിൽ കൂടുതൽ അധികാരമുറപ്പിക്കാൻ നീക്കവുമായി ഗവർണർ രാജേന്ദ്ര അർലേക്കർ. സർവകലാശാല അറിയിപ്പുകൾ അയക്കുമ്പോൾ മീറ്റിങ്ങുകളിലെ ഗവർണറുടെ പങ്ക് വിശദീകരിക്കുന്ന കുറിപ്പ് കൂടി ചേർക്കണം. രാജ്ഭവനിലേക്ക് അയക്കുന്ന കത്തുകളിലും റിപ്പോർട്ടുകളിലും അനുബന്ധമായ റഫറൻസ് രേഖകളുടെ ഇംഗ്ലീഷ് പകർപ്പ് കൂടി സമർപ്പിക്കണമെന്നും ചാൻസലർ കൂടിയായ ഗവർണർ യൂണിവേഴ്സിറ്റികൾക്ക് നിർദ്ദേശം കൊടുത്തു. ഗവർണറുടെ സർക്കുലറിന്റെ പകർപ്പ് 24-ന് കിട്ടി. ആരിഫ് മുഹമ്മദ് ഖാന് പിന്നാലെ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും സംസ്ഥാനത്തെ സർവകലാശാലകളിൽ പിടിമുറുക്കുകയാണ്. സർവകലാശാലകളുടെ അധികാരികൾ ചേരുന്ന സെനറ്റ്, സിൻഡിക്കേറ്റ്, അക്കാദമിക് കൗൺസിൽ തുടങ്ങിയ യോഗങ്ങളെക്കുറിച്ച് ചാൻസലറായ ഗവർണറെ സാധാരണ അറിയിക്കാറുണ്ട്. എന്നാൽ ഇനി മുതൽ വെറുതെ അറിയിപ്പ് മാത്രം പോരാ. യോഗങ്ങളിൽ ഗവർണറുടെ പങ്ക് എന്താണെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പും അറിയിപ്പുകൾക്കൊപ്പം നൽകണം. സർവകലാശാല നിയമത്തിലെ വ്യവസ്ഥകൾ കൂടി ഉദ്ധരിച്ച് ഇംഗ്ലീഷിൽ വേണം കുറിപ്പുകൾ അറിയിക്കേണ്ടത്. സർവകലാശാലയിൽ നടപ്പാക്കേണ്ട തീരുമാനങ്ങൾ കത്തുകളായോ റിപ്പോർട്ടുകളായോ ഗവർണറെ അറിയിക്കാറുമുണ്ട്. എന്നാൽ ഇനി മുതൽ അത്തരം കത്തുകളിലും റിപ്പോർട്ടുകളിലും അനുബന്ധമായി മുൻ ഉത്തരവുകളോ നിയമങ്ങളോ റഫറൻസുകളോ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ റഫറൻസുകളുടെ പകർപ്പ് കൂടി ഗവർണർക്ക് നൽകണം. ഇത്തരത്തിലുള്ള സർവകലാശാല നിയമമോ സ്റ്റാറ്റ്യൂട്ടുകളോ മലയാളത്തിലുള്ളവയാണെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് വേണം അയക്കേണ്ടത്. കേരളത്തിലെ എല്ലാ സർവകലാശാലകൾക്കും രാജ്ഭവനിൽ നിന്ന് സർക്കുലർ അയച്ചു. ഗവർണർമാരുടെ സർവകലാശാല ചാൻസലർ പദവി ആലങ്കാരികമല്ലെന്ന നിലപാടിൽ നിരന്തരം ഇടപാടുകൾ നടത്തിയായിരുന്നു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ LDF സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയത്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചുമതല ഏറ്റെടുത്ത ശേഷം ഇതുവരെ സർവകലാശാല വിഷയങ്ങളിൽ നേരിട്ട് ഇടപെട്ടിരുന്നില്ല. പക്ഷേ സാഹചര്യങ്ങൾ മാറുകയാണ്. അതിന്റെ ആദ്യ സൂചനയായിട്ടാണ് പുതിയ സർക്കുലർ വിലയിരുത്തപ്പെടുന്നതും. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.